വെളുത്തുള്ളി കൊണ്ട് നല്ലൊരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് നല്ല മുഴുത്ത വെളുത്തുള്ളി ഉണ്ട്. ഇതുണ്ട്, ഞാൻ നല്ലതുപോലെ പൊളിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു 250 ഗ്രാം വെളുത്തുള്ളി പൊളിച്ചതുണ്ട്. അതിന് വേണ്ടി ഞാനൊരു ചെറിയ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. പിന്നെ നമ്മൾ ഒരു വലിയ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് എണ്ണയ്ക്കകത്ത് മൂപ്പിക്കണം. പിന്നെ അതിന് കടുക് വേണം, ഒരു ചെറിയ സ്പൂണ് കടുക്, ചെറിയ സ്പൂണ് മഞ്ഞളിടാം, 2 വലിയ സ്പൂണ് കാശ്മീരി മുളക് പൊടിയുണ്ട്. ഇത് നമുക്കിടാം. പിന്നെ എരിവ് ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ പിന്നെ നമുക്ക് കൂടുതൽ ചേർക്കേണ്ടവർക്ക് ചേർക്കാം. പിന്നെ കായം വേണം. ഞാൻ ഇതിന് ഇടുന്നത് ഈ ആപ്പിൾ സിഡർ വിനെഗർ ഇതുണ്ട്, ഇത് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് ഞാനൊരു 1/2 കപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ആദ്യം തന്നെ നമുക്ക് ഈ പാൻ ചൂടാക്കി വെളുത്തുള്ളി ഒന്ന് നല്ലതുപോലെ, ഒത്തിരി വേവുന്നില്ല, നമ്മൾ ഒരു 2 മിനിറ്റ് എണ്ണയ്ക്കകത്ത് നമുക്കൊന്ന് വഴറ്റിയിട്ട് പോരാം. പാൻ ചൂടാക്കി ഞാനൊരു 4-5 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ വെള്ളമയം മാറണതുകൊണ്ട് ഞാൻ ഈ ചൂടായിരിക്കുന്ന എണ്ണയ്ക്കകത്ത് നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് വഴറ്റിക്കോരാം. നമ്മുടെ വെളുത്തുള്ളി ഒന്ന് വാടുന്നുണ്ട്. നമുക്ക് ഇച്ചിലൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയിട്ട് എടുക്കാം. നമ്മുടെ വെളുത്തുള്ളി വാടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുവിധം ഇങ്ങനെ വാടിയാൽ മതി, ബ്രൗൺ ഒന്നും ആവണ്ട, അല്ലെങ്കിൽ പിന്നെ അച്ചാർ അങ്ങ് പെട്ടെന്ന് കുഴഞ്ഞു പോകും. ഈ സമയത്ത് ഞാനിപ്പോൾ ഈ വെളുത്തുള്ളി മാറ്റുവാണ് കടയിൽ നിന്ന്. നമ്മൾ വെളുത്തുള്ളി വഴറ്റിയ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. ഇത്തിരി അച്ചാറാകുമ്പോൾ കൂടുതൽ എണ്ണ ഉള്ളത് നല്ലതാണ്, പെട്ടെന്ന് ചെള്ളാകാതിരിക്കും. ഞാനൊരു ചെറിയ സ്പൂൺ കടുക് ഇടുകയാണ്. കടുകൊന്ന് പൊട്ടി കഴിഞ്ഞിട്ട് നമ്മൾ നല്ലതുപോലെ ചതച്ച് വെച്ചിരിക്കുന്ന ഈ ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് ചേർക്കാം. ഇതെല്ലാം നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇനി എണ്ണയ്ക്കകത്തോട്ട് ഇടാം. ഇതൊരു വലിയ സ്പൂൺ ഇഞ്ചി, ഒരു വലിയ സ്പൂണ് വെളുത്തുള്ളി ഉണ്ട്. ഈ അച്ചാറിന് നല്ല ഓരോ ഗ്രേവി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് നല്ലതുപോലെ ഒന്ന് ചതച്ചിട്ട് ചേർക്കുന്നത്. ഇതൊരുവിധം മൂത്തിട്ടുണ്ട്. നമുക്കിന്ന് ഈ ഗ്യാസ് ഒന്ന് സ്ലോ ആക്കിയേച്ച് നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് ചേർക്കാം. ഒരു ചെറിയ ടീസ്പൂണും മഞ്ഞൾ ചേർക്കാം. ഞാൻ 2 വലിയ സ്പൂണും മുളക് പൊടിയാണ്. ഇത് നമുക്ക് മൊത്തം ചേർക്കാം. ഈ സമയത്ത് നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർക്കാം. ഇത് ചെറിയ സ്പൂണ് കായതും കൂടി ചേർക്കാം. നമുക്ക് ഗ്യാസ് ഇനി അങ്ങ് ഓഫാക്കാം. അപ്പോൾ ഈ സമയത്തിന് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ 1/2 കപ്പ് വിനാഗിരി നമുക്ക് ചേർക്കാം. ഈ സമയത്ത് കരിയാപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഗ്യാസ് ഒന്ന് ഓണാക്കിയിട്ടുണ്ട്, ഈ വെളുത്തുള്ളി ഒന്ന് മിക്സ് ആകാൻ വേണ്ടി. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കാം. വളരെ ചെറിയ തീയിൽ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. നമുക്കിനി ഗ്യാസ് ഓഫാക്കാം. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞ് നമുക്ക് നല്ലൊരു കുപ്പിക്കകത്ത് നിറച്ച് വെക്കാം. ഇച്ചിരി എണ്ണ കൂടുതലുണ്ടെങ്കിൽ നല്ലപോലെ ഇരുന്നോളൂ, അച്ചാർ കേടാകാതിരിക്കും. നമ്മുടെ വെളുത്തുള്ളി അച്ചാർ റെഡിയാണ്. കണ്ടോ, നല്ല കുഴഞ്ഞ് നല്ല കണക്കിനാണ് ഇരിക്കുന്നത്. ഇപ്പം ഇത് നമ്മളെല്ലാ ഭക്ഷണത്തിൻ്റെ കൂടുതൽ ഇച്ചിരി നമുക്ക് വെളുത്തുള്ളി അച്ചാറാണെങ്കിൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.